ഹലോ, നമസ്കാരം ചങ്ങായിമാരെ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾ നമ്മൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയായിരുന്നു. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഓൺ വോയിസ് ഒക്കെ ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഓൺ വോയിസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി നമ്മൾ രണ്ടാമത് വീഡിയോയിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഇരിഞ്ഞാലക്കുട ഉത്സവം, അതിനെക്കുറിച്ചിട്ടാണ്. ഇരിഞ്ഞാലക്കുട ഉത്സവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാലമ്പല ദർശനത്തിനൊക്കെ പോകുന്ന ഒരു അമ്പലത്തിൽപ്പെട്ട ഒരു അമ്പലമാണ്. എല്ലാവർക്കും അറിയായിരിക്കും. തൃപ്രയാറും അവിടെ ഒക്കെ എല്ലാവരും നാലമ്പല ദർശനത്തിൽ പോകുന്നുണ്ട്. അതിൽ നമ്മൾ ഭരതൻ സ്വാമിയുടെ ഒരു ക്ഷേത്രമാണ് കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു ഉത്സവത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോണത്. ഞാനും എൻ്റെ വൈഫ് എൻ്റെ മോളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ കാണാനെത്തി. അപ്പോൾ കുറച്ച് നേരമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ തോന്നിയിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ടൊരു സോഡാ സർബത്തൊക്കെ മേടിച്ച് കുടിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ഒത്തിരി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് സോഡാ സർബത്തിൽ. നമ്മൾ സാധാരണ സർബത്ത് മേടിച്ച് ഞങ്ങൾ കുടിച്ചായിരുന്നു. കുഴപ്പമൊന്നുമില്ല. കാശ് അറിയാമല്ലോ, ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോൾ എല്ലാത്തിനും കാശ് കൂടും. അങ്ങനെ ഒരു സോഡാ സർബത്തും കുടിച്ച് വീഡിയൊക്കെ അങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട്. അത് നമ്മുടെ ചെറിയൊരു കലാവിരുതാണ്. വെറൈറ്റി പോയിന്റ് ഓഫ് വ്യൂല് അങ്ങനെ സോഡാ സർബത്തൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പയ്യെ നടക്കാൻ ഇറങ്ങി. ഞാനും എൻ്റെ മോളും എൻ്റെ ചുട്ടപ്പനും കൂടി ഞങ്ങളിങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി. ഇങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ, ഈ സൈഡിൽ കാണുന്ന വീടുകളൊക്കെ ഉണ്ടോ, ഒരുപാട് കാലപ്പഴക്കമുള്ള വീടുകളാണ്. അതായത് എങ്ങനെ പോയാലും ഒരു 10, 70, 80 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പഴയ വീടുകളാണ്. ഇപ്പോൾ സുന്ദരിമാരായ കുറേ ചേച്ചിമാരിങ്ങനെ ഭരതനാട്യത്തിന് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പോകണമുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് ഈ ഭാഗത്ത് കൂടെയൊക്കെ, ഇതിങ്ങനെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. പണ്ടൊക്കെ നല്ല കാണാൻ ഭംഗി ഉണ്ടായിരുന്ന സ്ഥലങ്ങളതൊക്കെ. ഇവിടെയൊക്കെ ഫുൾ കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങളിങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ ഇറങ്ങി. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. 4 സംഗമേശം എന്നാണ് ഈ ഭരതൻ സ്വാമിനെ പറയുന്നത്. ഇത് 4 കുളങ്ങൾക്ക് നടുവിലാണ് ഈ അമ്പലം ഇരിക്കുന്ന പറയുന്നത്. 4 പുഴയുടെ ഒരു സങ്കല്പത്തിലാണ് ഇവിടെ 4 കുളങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ചെടിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്താണ്, ഈ ചെടിയൊന്നും ഞാൻ എല്ലാ പ്രാവശ്യം വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുകഴിഞ്ഞാലും ഈ ചെടികളൊന്നും പിടിക്കില്ല, എല്ലാം നശായി പോവും. അങ്ങനെ അവിടെ നിന്ന് നടന്ന് ഞങ്ങളിങ്ങനെ കുറച്ച് വന്ന് ഇങ്ങനെ കുറേ കടകളൊക്കെ കണ്ടു, കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. ഇതൊരു എക്സിബിഷനാണ് കേട്ടോ. പണ്ടത്തെ ഇത് ഞങ്ങളെ ആൻറ്റിയാണേ, എൻ്റെ മാമൻ്റെ വൈഫാണ്. ഞങ്ങൾ അവിടെ വെച്ചിട്ട് അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ്. ആൻറ്റിയുടെ മോൻ അവനൊരു തോക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ്റെ ഇടയിൽ ഒരു പെട്ടെന്ന് വിചാരിച്ചിട്ട് കണ്ടു. പിന്നെ തിരിച്ച് എക്സിബിഷനിലേക്ക് തന്നെ വരാം. ഈ എക്സിബിഷൻ എന്നൊക്കെ പറയുമ്പോൾ പണ്ട് ഇങ്ങനെയുള്ള എക്സിബിഷൻ ഒന്നും ആയിരുന്നില്ല. അതായത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്ന് പറയുമ്പോൾ വലിയ എക്സിബിഷൻ ആയിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനൊക്കെ എക്സിബിഷൻ പോയിട്ടില്ലേ, അതേപോലെ തന്നെ ഒരു വലിയ എക്സിബിഷൻ ആയിരുന്നു ഈ സംഭവം. പക്ഷെ എന്തു പറയാം, ഇവിടുത്തെ കാര്യങ്ങളും കാശുകളും റെന്റുകളൊക്കെ കൂടിക്കൊണ്ട് തന്നെ പയ്യെ കടക്കാരുടെ എണ്ണം കുറഞ്ഞു. പണ്ടത്തെ ഒരു വൈബില്ലാണ്ടായി എക്സിബിഷന്. കുറച്ച് കടകൾ, കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഞങ്ങളിങ്ങനെ എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു പൂരാണല്ലോ, കണ്ടിരിക്കണമല്ലോ. ഞങ്ങളിങ്ങനെ ഓരോ കടകളായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി അങ്ങനെ എൻ്റെ ചുട്ടപ്പൻ എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്ന് വെച്ച് നോക്കി നടക്കുക. അപ്പോൾ ആൻറ്റി പറഞ്ഞു ഞാൻ മേടിച്ചരാന്ന്. എന്നാൽ ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ആൻറ്റി എൻ്റെ മോളെയും കൊണ്ട് ഓരോ കടകൾ മാറി കയറി ഇറങ്ങി നടന്നു. ചുട്ടപ്പനാണെങ്കിലോ ഒരു സാധനം ഇഷ്ടാവില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനം നോക്കി നമ്മളിങ്ങനെ നടന്ന് അങ്ങനെ അവസാനം ഒരു ചെറിയൊരു പാവക്കുട്ടീനെ കിട്ടിയ ആ പാവക്കുട്ടിയുടെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ പാവക്കുട്ടീനെയൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ വന്നപ്പോൾ പഴയ മിഠായി, നൊസ്റ്റാൾജി സാധനങ്ങൾ കിട്ടുന്നൊരു കട കണ്ടു. അത് വൈഫ് ചോദിച്ചു, എന്താണ് ഈ സാധനങ്ങളൊക്കെ, വെറൈറ്റി സാധനങ്ങളോ, ഇതൊക്കെ പഴയത്. ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഞാൻ പണ്ടെൻ്റെ കാലത്ത് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതൊന്നും അവളുടെ പണ്ടത്തെ കാലത്ത് അവൾ കാണാത്ത കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഒരു ചേട്ടൻ, ഒരു മുയലച്ചയൻ അവിടെ നിന്ന് കളിക്കുന്നു. അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ മൂക്ക് ഭയങ്കര കൗതുകം, എന്ത് ഈ സംഭവം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ളൊരു ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് പയ്യെ കയറി. എന്താ സംഭവം എന്ന് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് പുറത്ത് ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഡിസ്നി ലാൻഡ് പോലത്തെ വലിയ സംഭവമൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ച് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ കുറേ ചേട്ടനും ചേച്ചിമാരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ടിക്കറ്റ് വില 50 രൂപയാണ്. പക്ഷെ 50 രൂപയ്ക്കുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ എൻ്റെ മോള് നന്നായി എൻജോയ് ചെയ്തു.
അങ്ങനെ അവൾ ഇവിടെ കണ്ട ഒരു എന്താ പറയുക കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മോളോട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇരിഞ്ഞാലക്കുട ഉത്സവം. പിന്നെ ഇരിഞ്ഞാലക്കുട അമ്പലത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുള്ള പഴയ ഒരു അമ്പലമാണ്. അതായത് നമ്മൾ ശ്രീരാമസ്വാമിയുടെ ജ്യേഷ്ഠനും അനുജനും അങ്ങനെ എന്താണ് ഭരതൻ സ്വാമി, പുള്ളിക്കാരന് ഇവിടെ പണ്ടൊരു കൊട്ടാരമൊക്കെ ഉണ്ടായിരുന്നു, വലിയൊരു കൊട്ടാരം. എൻ്റെ ചെറുപ്പത്തിലേക്ക് ഞാൻ കൊട്ടാരത്തിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പിന്നെ ഇതിന് കുറച്ച് കഥകളൊക്കെ ഉണ്ട്. കൂടൽമാണിക്യം എന്ന് പേര് വരാനൊക്കെ ഒരു കാരണമൊക്കെ ഉണ്ട് കേട്ടോ. അതായത് രണ്ട് മാണിക്യങ്ങളും കൂടി ചേർന്നതിൻ്റെ പേരിലാണ് ഈ അമ്പലത്തിന് കൂടൽമാണിക്യം എന്ന് പറഞ്ഞത്. അതായത് പണ്ട് ഭരതസ്വാമിയുടെ അടുത്ത് വേറൊരു നാട്ടുരാജാവ് വന്നിട്ട് ആളുടെ മാണിക്യക്കല്ലും ഭരതൻ സ്വാമിയുടെ കയ്യിലുള്ള കിരീടത്തിലെ മാണിക്യക്കല്ലും തമ്മിൽ ഒത്തുനോക്കി. ഇതിൻ്റെ വലിപ്പം എൻ്റെയാണ്, കൂടുതൽ പ്രകാശം എൻ്റെയാണെന്ന് പറഞ്ഞ് വലിപ്പം നോക്കിയപ്പോൾ ഈ മാണിക്യക്കല്ല് രണ്ടും കൂടി ചേർന്ന് ഭരതസ്വാമിയുടെ കിരീടത്തിൽ അണിയിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പേര് വന്നത്. പിന്നെ ഇവിടെ 4 കുളങ്ങളുണ്ട് അമ്പലത്തിന്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ എന്തോ 4 നദികൾ, ഗംഗ, യമുന, കാവേരി, ഗോദാവരി, അങ്ങനെ എന്തോ 4 നദികളുടെ ഐതിഹ്യത്തിൻ്റെ പുറത്താണ് ഈ അമ്പലം ഇരിക്കുന്നതെന്നാണ് പറയണത്. ഇതിൻ്റെ ഒരു തെക്കേ കുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. ഈ കുളത്തിലാണ് ഞാനും എൻ്റെ അനിയനും മാമൻ്റെ മക്കളൊക്കെ കൂടിയിട്ട് എല്ലാ ദിവസവും കുളിക്കാൻ പോകുന്നൊരു കുളമാണത്. ആ കുളത്തിൻ്റെ സൈഡിൽ തന്നെയാണ് എൻ്റെ മാമൻ്റെ വീടും പണ്ട്. ഇപ്പം ഇല്ല, ഇപ്പം അവരവിടെ നിന്നൊക്കെ സ്ഥലം മാറിപ്പോയായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് മൊത്തം ഞങ്ങൾ തള്ളി നീക്കിയ ഒരു എന്താ പറയുക ഒരു സ്ഥലമായിരുന്നു കൂടൽമാണിക്യ ക്ഷേത്രം. ഞങ്ങളങ്ങനെ ഒരു ലൈവ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങളൊരു കുളിസീൻ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ഷോർട്സ്. അപ്പോൾ അതിൽ കാണാം നമ്മളെ കുളത്തിൽ കിടന്ന് ആറുമതിക്കുന്നതൊക്കെ. അപ്പോൾ ആ കുളം ഞങ്ങൾക്ക് ഒരുപാട്, എൻ്റെ മാമൻ്റെ മക്കളുടെയൊക്കെ കൂടി ഞങ്ങൾ ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു കുളമാണ്. ഞങ്ങളവിടെ എല്ലാ ദിവസവും പോകാറുണ്ട്. പിന്നെ ചെറിയ ഹൊറർ കഥയൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നീട് നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യാം. അങ്ങനെ എൻ്റെ മോള് ഇവിടെ വന്നുള്ള മിക്കി മൗസിൻ്റെ കൂടെയും അതേപോലെ തന്നെ എന്താ പറയുക ഡൊണാൾഡ് ഡക്കിൻ്റെ കൂടെയും പിന്നെ ഒരു ബിയറിൻ്റെ കൂടെയൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് എന്തായാലും എൻജോയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോൾക്ക് എന്തായാലും നല്ലൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പുതിയ പുതിയ കഥാപാത്രങ്ങൾ, പുതിയ പുതിയ ആൾക്കാർ, ഇവരൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ ഒരുപാട് എൻജോയ് ചെയ്തു. അവളതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കാനാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പാട് വിട്ടത്. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു, നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയായിരുന്നു. അങ്ങനെ കരടിക്കുട്ടൻ്റെ കൂടെയൊക്കെ എൻ്റെ മോൾ നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പല പല ഏരിയാസിലും പോയിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള നല്ല സീനറീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ ഫോട്ടോസ് എടുത്തു. എല്ലാം നമ്മൾ എടുത്തിങ്ങനെ പയ്യെ ഞാനും എൻ്റെ വൈഫും മോളൊക്കെ കൂടി ഇങ്ങനെ നടന്ന് നമ്മളിപ്പോൾ അടുത്ത പ്ലാനിങ് ആയി. ഇനിയിപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നുള്ളൊരു ചെറിയ പ്ലാനിങ്ങിൽ വന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സീനറി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോ സീനറികളും കവർ ചെയ്ത് പോയി. പിന്നെ നമ്മളുടെ കൂടൽമാണിക്യ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളത്തിന് ഒരുപാട് പ്രാധാന്യമുള്ളൊരു അമ്പലമാണ്. അതായത് ഇവിടെ എല്ലാവരും കൊട്ടാൻ വരാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ജയറാം സാറ് ഇവിടെ മീൻസ് 10 ദിവസം ഉത്സവം നടക്കുള്ളൂ ശിവേൽ. അതായത് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടായിട്ട് നല്ല ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു അമ്പലമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു മേളം എന്ന് പറഞ്ഞാൽ അത് കേട്ട് തന്നെ അനുഭവിക്കണം. അത് ഭയങ്കര ഒരു ആവേശമാണ്. അതായത് ഈ അമ്പലത്തിൻ്റെ 4 സൈഡിലായിട്ട് ഇവർ പോയി കൊട്ടും. കിഴക്കേ നട, തെക്കേ നട, പടിഞ്ഞാറേ നട, അങ്ങനെ വടക്കേ നട ആയിട്ട് എല്ലാ നടകളിലും ഇവർ കൊട്ട് നടക്കും. അപ്പോൾ ഓരോ സ്ഥലത്തെത്തുമ്പോഴും കൊട്ടിങ്ങനെ മുറുകി ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എനിക്കൊരു താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ അവിടുത്തെ മേളം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കൈ ഉയർത്തി 2 സ്റ്റെപ്പെങ്കിലും അവിടെ ഇട്ട് പോകും. അങ്ങനെ നല്ലൊരു മേളത്തിൻ്റെ സ്ഥലമാണ് ഇവിടെ. പിന്നെ കൂടൽമാണിക്യ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ കുറേ കലാപരമായുള്ള പരിപാടികൾക്ക് ഒരുപാട് പ്രാധാന്യമാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എക്സിബിഷൻ ഹാളിൽ നിന്നൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ അമ്പലത്തിലേക്കുള്ള പരിപാടിക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉണ്ടോ അവിടെ 2 ചേട്ടന്മാർ വന്നിട്ട് നമ്മളെ പഞ്ഞിമിഠായി എന്താ പറയുന്നത് എനിക്കറിയില്ല, ഇപ്പോഴത്തെ മദാമപ്പൂടാന്നും പറയും ചിലർ, കോട്ടൺ ക്യാൻഡി എന്നും പറയും. ഞങ്ങൾ അതിനെ പഞ്ഞിമിഠായി എന്ന് പറയും ഞങ്ങളുടെ ഇതിൽ. അപ്പം ഇങ്ങനെ ജൈൻറ്റ് വീലും കാര്യങ്ങളും ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇട്ടുണ്ട് കുറേ എക്സിബിഷൻ്റെ ഉള്ളിൽ. ആ ഏരിയാസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ കുറേ പിള്ളേർക്കുള്ള റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ കൂടൽമാണിക്യ ക്ഷേത്രം.
നല്ല വലിയ അമ്പലമാണ് കേട്ടോ, നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല. 4 സൈഡിലും വലിയ വലിയ മതിൽക്കെട്ടുകളും അതേപോലെ തന്നെ ഒരുപാട് ഏരിയ ഉള്ളൊരു അമ്പലമാണ്. ഇതിപ്പോൾ ഇവരിങ്ങനെ പുല്ലൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു ലെവലിലായിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഫുൾ പച്ചപ്പായിട്ടുണ്ടല്ലോ. അമ്പലം മാത്രം ഇങ്ങനെ സെൻറ്ററിലേക്കല്ലേ, നല്ലൊരു ഫീൽ ചെയ്യും അമ്പലം കാണാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ആ ടെൻഷനായിട്ട് ഈ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടെൻഷനും മാറും, നമ്മൾ വേറൊരു മൈൻഡിലേക്ക് വരും. അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ മിക്ക പണികളും കാർപ്പൻട്രി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു എൻ്റെ മാമനും, എനിക്ക് ഒരുപാട് മാമന്മാരുണ്ട്, ഇവരെല്ലാവരും കൂടിയിട്ടാണ് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പിന്നെ അവർക്ക് പ്രത്യേക അനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ അമ്പലത്തിലുണ്ട്. അത് വേറൊരു കാര്യം. അങ്ങനെ ഞാനും എൻ്റെ വൈഫൊക്കെ കൂടിയിട്ട് ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങാമെന്നുള്ള പ്ലാനൊക്കെ ചെയ്തു. ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടി അമ്പലത്തിന് വിടവാങ്ങാനുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ പയ്യെ അമ്പലത്തിൻ്റെ എന്താ പറയുക കുളത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ നടന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവിടെ വന്നപ്പോൾ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നി. ഇപ്പോൾ ഫുഡൊക്കെ മേടിച്ച് നോക്കിയപ്പോൾ കടക്കാരെന്നെ പറഞ്ഞത് മുകളിൽ കൊടുക്കണ്ടെന്ന്. അങ്ങനെ ഫുഡും കഴിച്ച് ഞങ്ങളിങ്ങനെ പയ്യെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നടന്നിറങ്ങുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു. എല്ലാവർക്കും